വിട്ടുമാറാത്ത ചുമ ഉണ്ടാവുക, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, കിതപ്പ് ഉണ്ടാവുക, നെഞ്ഞിപ്പിടുത്തുണ്ടാവുക. ഹലോ, ഞാൻ ഡോക്ടർ ഖദീജ ഷൈന, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് എന്താണ് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ്. പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റിൽ മെയിനായിട്ട് എന്താണ് സ്പൈറോമെട്രി. അപ്പോൾ സ്പൈറോമെട്രി നമ്മൾ എപ്പോഴാണ് ചെയ്യുക? ഒരു പേഷ്യന്റിന്റെ ലങ് കപ്പാസിറ്റി അറിയാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതേപോലെ പേഷ്യന്റ് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം എക്സ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് പേഷ്യന്റിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇതെപ്പോഴാണ് ചെയ്യുക? ഒരു പേഷ്യന്റിന് വിട്ടുമാറാത്ത ചുമ ഉണ്ടാവുക, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, കിതപ്പ് ഉണ്ടാവുക, നെഞ്ഞിപ്പിടുത്തുണ്ടാവുക, വീസിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്ക് മുന്നേ ഒക്കെയാണ് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഹെൽപ്പ്, ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആസ്മ ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ പുകവലി കാരണമുള്ള ശ്വാസമുട്ടൽ ഡയഗ്നോസ് ചെയ്യാം, COPD. അതിൽ എത്രത്തോളം സീവിയർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാം. നമ്മൾ അതിന് കൊടുത്ത ട്രീറ്റ്മെന്റിനുള്ള റെസ്പോൺസ് എത്രത്തോളം ഉണ്ട്, റെസ്പോൺസ് ഇല്ലയോ എന്നുള്ളത് നോക്കാനും ഹെൽപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, നമുക്ക് റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം ചുരുങ്ങുന്ന കണ്ടീഷൻസ് ലൈക്ക് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് നോക്കാം. സർജറിക്ക് മുന്നേ അനസ്തീഷ്യക്ക് എത്രത്തോളം റിസ്ക് ഉണ്ട് നോക്കാനും നമുക്ക് ഈ പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മേൽ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള പൾമനോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.